ഡെത്ത്സ് ഗെയിം ഡിസംബർ 17 സീരീസിന്റെ ആദ്യത്തെ 4 എപ്പിസോഡ് എയർ ചെയ്തിരുന്നു. ഇതിന്റെ 4ാമത്തെ എപ്പിസോഡ് വരെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് എന്താ പറയുക ഫീൽ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കി എങ്ങനെയെങ്കിലും പെട്ടെന്ന് റിലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ബാക്കിയുള്ള 4 എപ്പിസോഡ് റിലീസ് ഡേറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജനുവരി 5 ഇതിന്റെ ബാക്കി 4 എപ്പിസോഡ് എയർ ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാലുണ്ടല്ലോ, കിട്ടിലൻ സാധനം, കിട്ടിലൻ എക്സ്പീരിയൻസ്. ഇതൊരു സീരീസോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പറയുന്നത്, ശരിക്കും കുറെ ജീവിതങ്ങളാണ് കാണിച്ചിരുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അവസാനമായില്ലേന്ന്. പക്ഷെ ആ ഒരു അവസാനം മരണത്തിലാണെന്ന് നമുക്കറിയാം. ഈ മരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് വലിയൊരു ടാസ്ക് തരികയാണെങ്കിലോ? ഈ ഒരു തീമാണ് ഈ ഒരു സീരീസ് കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്റെ ലൈഫിലുള്ള എല്ലാ ഹോപ്പും അവസാനിപ്പിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാണ്. അതിനുശേഷം ഡെത്ത് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. ഒരു 12 ജീവിതങ്ങൾ ജീവിക്കാം. അങ്ങനെ ഏത് ജീവിതമാണോ സർവൈവ് ചെയ്യുന്നത് ആ ഒരു ആളായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഈ ഒരു തീമിനെ ഇതിന്റെ വെബ്ടൂൺ അല്ലെങ്കിൽ ഒരു കോമിക് ആയിട്ടുള്ള ആ ഒരു കഥേനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് സീരീസ് ചെയ്തിട്ടുള്ളത്. ഒരു എപ്പിസോഡ് പോലും ഡിസപ്പോയിന്റ് ചെയ്യാതെ വളരെ കിടിലൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തന്നിട്ടുള്ളത്. ഈ സീരീസ് അവസാനിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയും മനസ്സിനെ തട്ടിയ ഒരു സീരീസ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത്ര ഇരുന്ന് ചിന്തിപ്പിക്കുക. കാരണം ഈ സീരീസ് കണ്ടു കഴിഞ്ഞ് കരയാന്നൊക്കെ പറയില്ലേ, കരയുന്നതിന്റെ അപ്പുറമുള്ള കുറെ അവസ്ഥകളായിരുന്നു ശരിക്കും. എന്താണ് ഇപ്പൊ ഞാൻ കണ്ടത്? കാരണം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയും ജീവിതം അവസാനിപ്പിച്ചാൽ എല്ലാം കഴിയില്ലെന്ന്. പക്ഷെ ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്ന അവസ്ഥകൾ ഈ സീരീസിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ത്രില്ലിങ്ങിന് ത്രില്ലിംഗ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മാസ് ഉണ്ട്, വയലൻസ് ഉണ്ട്, സെന്റിമെന്റ്സ്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ജീവിതം എന്താണോ ആ ജീവിതം കാണിച്ചു തരുന്ന ഒരു എന്താ പറയാ 8 എപ്പിസോഡുകൾ. ഈ 8 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു പോകും, എന്താണ് ഇപ്പൊ കണ്ടത്. കാരണം ഇന്ന് ഇതിനെ കുറിച്ച് വേറെ അഭിപ്രായം പറയാനോ മേക്കിങ്ങോ ഒന്നുമല്ല. ഇത് നിങ്ങൾ കണ്ടു നോക്കുക, ലൈഫ് ടൈം എക്സ്പീരിയൻസ്. നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും ഈ സീരീസ് കാണുന്നത് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും മനസ്സിനെ ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എടുത്തു വെക്കാൻ പറ്റുമോ എന്ന് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു ഡെത്ത്സ് ഗെയിം. എന്തായാലും എനിക്കിത് കാണാൻ പറ്റിയിട്ട് അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ളൊരു സംഭവം ഞാൻ കണ്ടില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. എല്ലാ രീതിയിലും എല്ലാ ആക്ടേഴ്സും അവരവരുടെ സീൻസ് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഡയറക്ഷൻ ഇപ്പോൾ അതിന്റെ ഷോട്ടുകളായാലും അതിന്റെ ഇപ്പോൾ VFX ആണെങ്കിലും എല്ലാം കൊണ്ടും മൊത്തം സൂപ്പർ തന്നെയായിരുന്നു. ആൻഡ് എന്താ പറയുക, മരണശേഷമുള്ള ഉണ്ടാവുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് സീരീസും സിനിമകളും നമ്മൾ വേറെ കണ്ടിട്ടുണ്ട്. ഈവൻ പല ലാംഗ്വേജിലും റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സീരീസാണ്. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇരുന്ന് ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ചാൽ ടെൻഷൻ അടിക്കുന്നത്. ഈവൻ ഞാനായാൽ പോലും പലപ്പോഴും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കും. പക്ഷെ നമ്മുടെ ജീവിതം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുകയാണോ, അയ്യോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു, ഇത്രയും നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത്. കണ്ടു നോക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. സൂപ്പർ സാധനം. ഈ സീരീസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അൺടിൽ ദെൻ